ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. നമ്മളിന്ന് നോക്കുന്നത് രാവിലെ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 70/2025 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഒന്ന് നോക്കാം. അതിലെ കോഡ് എ ആണ് വായിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയാം. ചുവടി തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഘടനാ ക്രമത്തിലാക്കുക. ആദ്യം അതിങ്ങനെ ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32 പാലിയം സത്യാഗ്രഹം 1947, 48 ഈഴവ മെമ്മോറിയൽ 1896 വൈക്കം സത്യാഗ്രഹം 1924. അപ്പൊ ശരിയായിട്ട് വരുന്നത് 2, 4, 1, 3 ആണ്. 2, 4, 1, 3. അതായത് ആദ്യം വരുന്നത് ഈഴവ മെമ്മോറിയൽ, രണ്ടാമത് വരുന്നത് വൈക്കം സത്യാഗ്രഹം 1924, മൂന്നാമത് വരുന്നത് ഗുരുവായൂർ സത്യാഗ്രഹം 1931, 32, നാലാമത് വരുന്നത് പാലിയം സത്യാഗ്രഹം. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായരാണ് വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അംഗത്വം രാജിവെക്കുന്നത്. എന്തിനെ തുടർന്ന്? ജാലിയൻ വാലാബാഗിനെ തുടർന്ന് വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ചത് ചേറ്റൂർ ശങ്കരൻ നായരാണ്. അദ്ദേഹമാണ് എന്താണ് INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ മലയാളിയും ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1897 അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ INCയുടെ പ്രസിഡന്റ് ആവുന്നത്. ഇനി ജാലിയൻ വാലാബാഗിനെ തുടർന്ന് ആരൊക്കെ എന്തൊക്കെ രാജിവെച്ചു? സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? ടാഗോർ. ജാലിയൻ വാലാബാഗിനെ തുടർന്ന് സർ പദവി ഉപേക്ഷിച്ചത് ടാഗോറാണ്. കൈസർ-ഇ-ഹിന്ദ് എന്ന ബഹുമതി ഉപേക്ഷിച്ചത് ഗാന്ധിജിയാണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിച്ചത്? രണ്ടാം ഈഴ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ലോർഡ് കഴ്സൺ ആണ്. ഓപ്ഷൻ ബി ആണ് ലോർഡ് കഴ്സൺ. രണ്ടാം ഈഴ മെമ്മോറിയൽ ലോർഡ് കഴ്സൺ ആണ് സമർപ്പിക്കുന്നത്. 1900 രണ്ടാം ഈഴ മെമ്മോറിയൽ. അപ്പൊ ഒന്നാം ഈഴ മെമ്മോറിയൽ എന്നാണ് 1896 ഒന്നാം ഈഴ മെമ്മോറിയൽ. അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് നേതൃത്വം നൽകുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആദ്യത്തേത് ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദൻ. ശരിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദനാണ്. ശരിയാണ്. 1917 ആത്മവിദ്യാസംഘം രൂപീകരിക്കുന്നത്. രണ്ടാമത്തേത് വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം സ്ഥാപിക്കുന്നത്. 1905 5 തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. രണ്ടാമത്തേതും ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ, അദ്ദേഹത്തിന്റെ കൃതിയാണ് ആത്മാനുതാപം. ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സാക്ഷര കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥാപരമായിട്ടുള്ള ഒരു പുസ്തകമാണ് ആത്മാനുതാപം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരി എന്നുള്ളതാണ് ആൻസർ. ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. വർഷം 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ. ഓപ്ഷൻ എ. വൈകുണ്ഠ സ്വാമികളാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രദർശനം നടത്തുന്നത്. വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചതാരാണ്? DK കാർവെയാണ് ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിക്കുന്നത്. എവിടെയാണ്? പൂനെയിലാണ്. 1916. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ആൻസർ. ചൗരി ചൗര സംഭവം. ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടക്കുന്നത് എന്നാണ് 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ്. ചൗരി ചൗര എന്ന് പറഞ്ഞ സ്ഥലം ഉത്തർപ്രദേശിലാണ്. അപ്പൊ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് കൂടെ നോക്കാം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 കൊട്ടേഷനും കൂടെ പറഞ്ഞു പോവാം. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചതിനെ ഒരു ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചതിന് ദേശീയ വിപത്ത് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസും ആണ്. അപ്പൊ നമുക്ക് അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. സന്യാസി കലാപം നടന്നത് ബംഗാളിലാണ്. നമ്മുടെ വന്ദേ മാതരം ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആനന്ദമഠത്തിന് പ്രമേയമായിട്ടുള്ള എന്താണ്? സന്യാസി ഫക്കീർ കലാപമാണ്. അപ്പൊ സന്യാസി ഫക്കീർ കലാപം നടക്കുന്നത് ബംഗാളിലാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ബംഗാൾ. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? ഓപ്ഷൻ ബി ബോംബെയിൽ നടന്ന സമ്മേളനത്തിലാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. ബോംബെയിലെ ഗോപാലിയ ടാങ്ക മൈതാനത്തിൽ വെച്ചാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. 1942 കിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് 1942 ഓഗസ്റ്റ് 8 എന്നാൽ കിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9. ഒന്നുകൂടി പറയാം. കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ ഗോപാലിയ ടാങ്ക മൈതാനത്തിലാണ് നടക്കുന്നത്. എന്നാൽ കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ് സ്ഥാപിക്കുന്നത്. എന്നാൽ അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വില്യം ജോൺസ് ആണ്.
ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് വില്യം ജോൺസ് ആണ്. വില്യം ജോൺസ് ആരുടെ കാലത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിംഗ്സിന്റെ കാലത്താണ്. ഈ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്ന സമയത്ത് ബംഗാളിലെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാറൻ ഹേസ്റ്റിംഗ്സ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി. 11ാമത്തെ ക്വസ്റ്റ്യൻ, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ഓപ്ഷൻ ബി ലോക്സഭയിലാണ്. മണി ബിൽ അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. ഇനി മണി ബിൽ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. മണി ബില്ലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 110 ആണ്. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ല്. അത് എവിടെയാണ് അവതരിപ്പിക്കുന്നത്? ലോക്സഭയിലാണ് അവതരിപ്പിക്കുന്നത്. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കറാണ് മണി ബില്ലാണോ അല്ലയോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ലോക്സഭയിലാണ്. 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മനുഷ്യാവകാശങ്ങൾ എന്തെല്ലാം ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? നമുക്ക് മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, മൗലിക അവകാശങ്ങൾ നമുക്ക് ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പുറപ്പെടുവിക്കാൻ പറ്റും? നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്നതാണ് റിട്ട് പുറപ്പെടുവിക്കുക എന്ന് പറയും. അത് 2 കോടതികളാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്, സുപ്രീം കോടതിയും ഹൈക്കോടതിയും. സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 32ന്റെ അടിസ്ഥാനത്തിലാണ്. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതാണ് ആർട്ടിക്കിൾ 226. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്ന ആർട്ടിക്കിൾ 226. അപ്പൊ നമുക്കിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 226 ആണ്. 226 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഹൈക്കോടതിയാണ് 226 പ്രകാരം റിട്ട് പുറപ്പെടുവിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. 61 ഭേദഗതി. വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത് 61 ഭേദഗതി 1989 ഇത് വരുന്നത്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇത് വരുന്നത്. ഇനി അടുത്ത ഓപ്ഷനിലുള്ളതാണ് 73 ഭേദഗതി. 73 ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 1992. 73 ഭേദഗതി 1992 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 42 ഭേദഗതി ഓപ്ഷനിലുണ്ട്. 1974 42 ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. നമ്മുടെ ഭേദഗതിയെ കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ് ഇട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 61 ഭേദഗതി. 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് എന്തൊക്കെയാണ്? പോർട്ട്, ഇൻഷുറൻസ്, ബാങ്കിങ് ഇതൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. വിദ്യാഭ്യാസം വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ രാജ്യസഭയെ കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ്. അതിൽ ആദ്യത്തെ പ്രസ്താവന വായിക്കാം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന രാജ്യസഭയാണ്. ശരിയാണ്. ഇതൊരു സ്ഥിരം സഭയാണ്. അത് ശരിയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. അതിന് പ്രത്യേകിച്ച് കാലാവധി ഇല്ല. അപ്പൊ ആദ്യത്തെ 1, 2 ഓപ്ഷൻ ശരിയാണ്. ഇനി സ്പീക്കർ അധ്യക്ഷത വഹിക്കുന്നു. തെറ്റാണല്ലോ. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. 5 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. അതും തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. അപ്പൊ ശരിയെന്ന് പറയുന്നത് 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 2ഉം ശരി. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു, സ്ഥിരം സഭ എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 2025 മെയ് 2 വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഏത് പഞ്ചായത്തിലാണുള്ളത്? വിഴിഞ്ഞം പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഏത് നിയോജക മണ്ഡലത്തിലാണ്? കോവളം നിയോജക മണ്ഡലത്തിലാണ്. അത് അവിടുത്തെ MLA ആയിരുന്നു വിൻസെന്റ് ആണ്. ഇനി അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ഡി ആണ്. JD വാൻസ് ആണ്. 2025 ഏപ്രിൽ മാസം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിച്ചു. ആൻസർ ഓപ്ഷൻ ഡി ആണ്. JD വാൻസ് ആണ് സന്ദർശിച്ചത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ എ ആണ്. VP മേനോൻ ആണ് ജവഹർലാൽ നെഹ്റുവിനൊപ്പം സർദാർ പട്ടേലിനൊപ്പം നിർണായക പങ്ക് വഹിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആണ്. VP മേനോൻ. ഇദ്ദേഹത്തിന്റെ 2 ബുക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, അതുപോലെ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഇത് 2 ബുക്കും VP മേനോന്റെ ആണ് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ഗുൽസാർലാൽ നന്ദയാണ് ആൻസർ. പ്ലാനിംഗ് കമ്മീഷൻ വരുന്നത് 1950 മാർച്ച് 15 ഇവിടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗുൽസാർലാൽ നന്ദ ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ആൻസർ ഓപ്ഷൻ സി ചൈന. ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത് ചൈനയുമായിട്ടാണ്. ആൻസർ ഓപ്ഷൻ
സി. പഞ്ചശീല കരാർ വരുന്നത് 1954 ഏപ്രിൽ 29. 1954 ഏപ്രിൽ 29 ഇന്ത്യ ചൈനയുമായിട്ടാണ് ഒപ്പുവെക്കുന്നത്. പീക്കിങ്ങിൽ വെച്ചാണ് ഇത് ഒപ്പുവെക്കുന്നത്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ്, APJ അബ്ദുൽ കലാം. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ഡി, APJ അബ്ദുൽ കലാം. മിസൈൽ വിമൻ എന്നറിയപ്പെടുന്നത് ടെസി തോമസ് ആണ്, ടെസി തോമസ്. റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത് K ശിവൻ. റോക്കറ്റ് വിമൻ എന്നറിയപ്പെടുന്നത് ഋതു കരിതാൾ. നെല്ലച്ചൻ എന്നറിയപ്പെടുന്നത് ചെറുവയൽ രാമൻ. നെല്ലച്ചൻ എന്നറിയപ്പെടുന്നത് ചെറുവയൽ രാമൻ. തവള മനുഷ്യൻ എന്നറിയപ്പെടുന്ന സത്യഭാമ ദാസ് ബിജു. ഇനി അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 1953 ആന്ധ്രാപ്രദേശ്. ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നത് 1953. ആന്ധ്ര സംസ്ഥാനം 1953. ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത് 1953. ഫസൽ അലി കമ്മീഷനാണ്. അതിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. സർദാർ KM പണിക്കർ, HN കുൻസ്രു, ഡോക്ടർ ഫസൽ അലി. അങ്ങനെ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു. 1955 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. 1956 ഇത് നിലവിൽ വരുന്നു. അതും പ്രകാരം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരുന്നു. അതിൽ ആദ്യത്തെ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, വാരണാസി. നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് ഓപ്ഷൻ സി, വാരണാസി. വാരണാസി ഉത്തർപ്രദേശിലാണ്. 24ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ISRO ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ വി നാരായൺ. ഓപ്ഷൻ എ ആണ് ഡോക്ടർ വി നാരായൺ. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായൺ. തൊട്ട് മുമ്പത്തെ ചെയർമാനായിരുന്നു ഡോക്ടർ എസ് സോമനാഥ്. 10ാമത്തെ ചെയർമാനായിരുന്നു സോമനാഥ്. 25ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ ആൻസർ വരുന്നത് ഹിരാക്കുഡ് മഹാനദിയിലാണ്. ഹിരാക്കുഡ് മഹാനദി. സർദാർ സരോവർ നർമ്മദ. സർദാർ സരോവർ നർമ്മദ. കൃഷ്ണരാജസാഗർ കാവേരി. കൃഷ്ണരാജസാഗർ കാവേരി. നിസാം സാഗർ ഗോദാവരി. നിസാം സാഗർ ഗോദാവരി. ഒന്നുകൂടെ പറയാം. ഹിരാക്കുഡ് വരുന്നത് മഹാനദിയിലാണ്. സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. കൃഷ്ണരാജസാഗർ കാവേരിയിലാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്. അപ്പൊ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, നീലഗിരി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഓപ്ഷൻ ബി നീലഗിരിയാണ്. 27ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാം? ഗുണഭോക്താക്കൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ് ഓപ്ഷൻ ബി, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. 28ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ വരുന്നത് കൊല്ലം ചെങ്കോട്ടയാണ്. തിരുവിതാംകൂറിൽ ആദ്യത്തെ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട. ഓപ്ഷൻ ഡി ആണ് കൊല്ലം ചെങ്കോട്ട. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈനാണ് തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ. അത് കേരളത്തിലെയാണ് തിരൂർ ബേപ്പൂർ. 1861 മാർച്ച് 25 വന്നു. എന്നാൽ തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ചെങ്കോട്ടയാണ്. തിരുവിതാംകൂറിലത് കൊല്ലം ചെങ്കോട്ടയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 29ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് നോക്കാം. ആദ്യത്തേത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് ഹിമാദ്രിയിലല്ല, ഹിമാചലിലാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നത് ഹിമാചൽ പ്രദേശങ്ങളിലാണ്, ഹിമാദ്രിയിലല്ല. എന്താണ് ഹിമാലയത്തിന്റെ നട്ടല്, ഇന്നർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഹിമാദ്രി. അത് അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ശരിയാണ്. ഹിമാദ്രിയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ശരിയാണ്. മൂന്നാമത്തേത് മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു ശരിയാണ്. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നു. ഇനി അടുത്തത് നാലാമതാണ് നിരപ്പായ താഴ്വരകളായി ഡൂണുകൾ കാണപ്പെടുന്നത് തെറ്റാണ്. ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക് പ്രദേശങ്ങളിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. അപ്പൊ അതും തെറ്റാണ്. അപ്പൊ 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ളത്. അതായത് ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 4 സവിശേഷതകൾ അല്ല. ഓപ്ഷൻ സി. ഈ 30ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം വരുന്നത് ഓപ്ഷൻ ബി നല്ലളം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം വരുന്നത് ഓപ്ഷൻ ബി നല്ലളം. കേരളത്തിലുള്ള മറ്റൊരു ഡീസൽ വൈദ്യുത നിലയമാണ് ബ്രഹ്മപുരം വൈദ്യുത നിലയം. ബ്രഹ്മപുരം താപവൈദ്യുത നിലയം ഡീസൽ പ്ലാന്റ് ആണ്. അതുപോലെ നല്ലളം വരുന്നത് എവിടെയാണ്? മലബാറിലാണ്. അതും ഡീസൽ പ്ലാന്റ് ആണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നല്ലളം. 31ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ആൻസർ ഓപ്ഷൻ എ സൗദി അറേബ്യ. ആൻസർ ഓപ്ഷൻ എ സൗദി അറേബ്യ. 32ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയ ഉദ്യാനമായി. മതികെട്ടാൻ ചോല 2003 ദേശീയ ഉദ്യാനം ആയി. 2003 വരുന്ന 3 ദേശീയ ഉദ്യാനങ്ങൾ കേരളത്തിലുണ്ട്. പാമ്പാടും ചോല, ആനമുടി ചോല, മതികെട്ടാൻ ചോല. ഈ 3ഉം വരുന്നത് 2003 എന്നാൽ ഏറ്റവും ചെറുതാണ് പാമ്പാടും ചോല.
ഇരവികുളമാണ് നീലഗിരി താർ കാണപ്പെടുന്നത്. ഇരവികുളത്തിലാണ് നീലഗിരി താർ എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? വരയാടുകൾ കാണപ്പെടുന്ന ഇരവികുളത്താണ്. വരയാടുകളുടെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി താർ. ഞാൻ അടുത്തത് സൈലന്റ് വാലി നീലഗിരി കുന്നുകളുടെ ഭാഗമാണ്. സൈലന്റ് വാലി നീലഗിരി കുന്നുകളുടെ ഭാഗമാണ്. ഒന്നുകൂടെ ചേർത്ത് വായിക്കാം. പാമ്പാടും ചോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം നീലഗിരി താർ കാണപ്പെടുന്നു. സൈലന്റ് വാലി നീലഗിരി കുന്നുകളിൽ കാണപ്പെടുന്നു. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാദമായ ഉഷ്ണക്കാറ്റിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഓപ്ഷൻ സി, ലൂ. 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പെരിയാർ നദിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അല്ല, ആദ്യത്തേതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ്. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയതും കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് പെരിയാറാണ്. ശരിയാണ്. പൗരാണിക കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നത് ബാരിസ് എന്നറിയപ്പെടുന്ന ആരാണ്? പെരിയാറല്ല. ബാരിസ് എന്നറിയപ്പെട്ടത് പമ്പയാണ്. അപ്പൊ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തത് പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. തമിഴ്നാട്ടിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാർ നദി ഉത്ഭവിക്കുന്നത്. ശരിയാണ്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. ശരിയാണ്. മുതിരപ്പുഴ പെരിയാറിന്റെ പോഷക നദിയാണ്. മുതിരപ്പുഴയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിക്കുന്നത്. 1, 3, 4 ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3, 4 ശരി. 35ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട് പദ്ധതി. 36ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി ഏത് ആദ്യകാലത്തിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം? പെരിയാർ ടൈഗർ റിസർവ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. പെരിയാർ ടൈഗർ റിസർവ്. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി, പെരിയാർ ടൈഗർ റിസർവ്. 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യ രാജ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്താണ് ഓപ്ഷൻ ഡി, പുല്ലമ്പാറ. ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് ഓപ്ഷൻ ഡി, പുല്ലമ്പാറ. ഡിജിറ്റൽ സാക്ഷരതാ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കരയാണ്. ഡിജിറ്റൽ സാക്ഷരതാ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കരയാണ് ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് ഓപ്ഷൻ ഡി ആണ്, പുല്ലമ്പാറ തിരുവനന്തപുരം ജില്ലയിലാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. കുങ്കുമ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് ഓപ്ഷൻ ബി, കരേവാസ് മണ്ണ്. ഹിമാനികളുടെ നിക്ഷേപ ഫലമായി രൂപം കൊള്ളുന്ന മണ്ണ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരേവാസ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കരേവാസ് മണ്ണ് കുങ്കുമ കൃഷിക്ക് അനുയോജ്യം. 39ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്, മഴനിഴൽ പ്രദേശം. ആൻസർ ഓപ്ഷൻ സി, മഴനിഴൽ പ്രദേശം. കേരളത്തിൽ അങ്ങനെ ഒരു മഴനിഴൽ പ്രദേശം ഉള്ളതാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മഴനിഴൽ പ്രദേശമാണ്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ സമയത്ത് മഴ നിഴൽ പ്രദേശമായിട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സമയത്ത് മഴ നിഴൽ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. ആ സമയത്ത് തമിഴ്നാടിന് മഴ ലഭിക്കുന്നില്ല. 40ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ തിരിച്ചറിയുക. കല്ലടയാറിന്റെ പതനസ്ഥാനമാണത്, തെറ്റാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനമാണെന്നുള്ള തെറ്റാണ്. രണ്ടാമത്തത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നു. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന പുന്നമട കായൽ വേമ്പനാട് കായലിന്റെ ഭാഗമാണ്, അത് ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്, ശരിയാണ്. തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടെല്ലാം വേമ്പനാട് കായലിന്റെ ഭാഗമാണ്. അടുത്ത 4ാമത്തത് മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. അഷ്ടമുടി കായലിന്റെ ഭാഗമാണ് മൺട്രോ തുരുത്ത്. അപ്പൊ അത് തെറ്റാണ്. അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് തെറ്റായവയാണ്. 1ഉം 4ഉം തെറ്റാണെന്നുള്ളതാണ്. 1ഉം 4ഉം തെറ്റാണ്. അതായത് കല്ലടയാറിന്റെ പതനസ്ഥാനമാണെന്നുള്ളതും തെറ്റാണ്. മൺട്രോ തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ എന്നുള്ളതും തെറ്റാണ്. മൺട്രോ തുരുത്ത് അഷ്ടമുടി കായലിന്റെ ഭാഗമാണ്, കൊല്ലം ജില്ലയിലാണ്. 41ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം ഓപ്ഷൻ ബി ആണ് ആൻസർ. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിന് ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഒന്നുകൂടെ വായിക്കാം. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ആൻസർ ഓപ്ഷൻ ബി ആണ്. 42ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്തുമായി എന്നറിയപ്പെടുന്ന തുറമുഖമാണ്? ആൻസർ ഓപ്ഷൻ ഡി, നീണ്ടകര. ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് ആണ് നീണ്ടകര തുറമുഖം, നീണ്ടകര. എന്നാൽ ഇൻഡോസീസ് പ്രോജക്ട് എന്നറിയപ്പെടുന്നതാണ് മാട്ടുപ്പെട്ടി. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നീണ്ടകര. എന്നാൽ ഇൻഡോസീസ് പ്രോജക്ട് എന്നറിയപ്പെടുന്നത് മാട്ടുപ്പെട്ടിയാണ്.
43-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്നാമത്തത്, കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണത് തെറ്റാണ്. ഏറ്റവും കുറച്ച് വനഭൂമി ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയല്ല. ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം തൃശൂർ ജില്ലയിലെ പീച്ചിയാണ്. പീച്ചിയിലാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്, തൃശൂർ ജില്ല. അപ്പൊ അതും തെറ്റാണ്. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. ശരിയാണ്. സൈലന്റ് വാലി ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണ്. ശരിയാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. അപ്പൊ ശരിയാണ്. അപ്പൊ അതിന് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 3ഉം 4ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ 3ഉം 4ഉം ശരിയാണ്. അതായത് സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്തത് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. ചേർത്ത് വായിക്കാം. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. കരുമാടിക്കുട്ടൻ ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്. പുനലൂർ തൂക്കുപാലം കൊല്ലം. പുനലൂർ തൂക്കുപാലം കൊല്ലം. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം എന്നൂടെ വായിക്കാം. കരുമാടിക്കുട്ടൻ സ്മാരകം ആലപ്പുഴ, ചന്ദ്രഗിരി കോട്ട കാസർഗോഡ്, പുനലൂർ തൂക്കുപാലം കൊല്ലം, വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറം. അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 45-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ബോക്സർ കലാപം അമേരിക്ക. ബോക്സർ കലാപം തെറ്റാണ്. ബോക്സർ കലാപം നടക്കുന്നത് ചൈനയിലാണ്. 1901 ചൈനയിലാണ് ബോക്സർ കലാപം നടക്കുന്നത്. അപ്പൊ ആദ്യത്തത് തെറ്റാണ്. ബൂബർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ബൂബർ യുദ്ധം ദക്ഷിണാഫ്രിക്ക ശരിയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ചൈന എന്നാണ് കൊടുത്തിട്ടുള്ളത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അത് തെറ്റാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. അപ്പൊ അതിൽ ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ബൂബർ യുദ്ധം ദക്ഷിണാഫ്രിക്ക എന്നുള്ളത് ശരിയാണ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട് എന്നുള്ളതും ശരിയാണ്. രക്തരഹിത വിപ്ലവം നടക്കുന്നത് 1688 അപ്പൊ അത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 2, 4 ശരി. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത 46-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കോകില സന്ദേശം. കോകില സന്ദേശം. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശകാവ്യമാണ് ഓപ്ഷൻ ഡി, കോകില സന്ദേശം. 47-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻജിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അങ്ങനെയാണ് ക്രമീകരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഭൂവൽക്കം, തൊട്ട് താഴെ മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. അങ്ങനെയാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. ഇനി 48-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. തെറ്റായതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. ശരിയാണ്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അതാണ് കോസി ഫെഡറൽ സംവിധാനത്തിന് ഉദാഹരണമായത്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, അങ്ങനെ അധികാരങ്ങൾ വിധിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങൾ ഉണ്ട്. ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആദ്യം വോട്ടിംഗ് പ്രായം 21 വയസ്സായിരുന്നു. 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത് 61-ാം ഭേദഗതി 1989 പ്രകാരമാണ്. അപ്പൊ അതും ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. 4-ാമത്തെ സ്റ്റെപ്പിന്റെ ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ എന്തിന് ഉദാഹരണമാണ്? സിംഗിൾ സിറ്റിസൺഷിപ്പിന് ഉദാഹരണമാണ്. ഏക പൗരത്വത്തിന് ഉദാഹരണമാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പം ഒരു ദേശീയ പൗരത്വവും സംസ്ഥാന പൗരത്വം ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. ഇന്ത്യയിൽ ഏക പൗരത്വമാണ് ഉള്ളത്. എന്നാൽ സംസ്ഥാന പൗരത്വവും ദേശീയ പൗരത്വം ഉള്ളതിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക, USA അതിന് ഉദാഹരണമാണ്. USA ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ്. എന്നാൽ ഇന്ത്യയിലെ സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ വായിക്കാം. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. അതും ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. ശരിയാണ്. മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 51A-യിലാണ്. 11 മൗലിക കടമകളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അടുത്ത ഓപ്ഷനാണ് നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല. അത് തെറ്റാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേലെ ആർക്കും നിയന്ത്രണമില്ല എന്നുള്ളത് തെറ്റാണ്. ഏറ്റവും മുകളിൽ, എല്ലാവർക്കും മുകളിലായിട്ടുള്ള എന്താണുള്ളത്? നമ്മുടെ ഭരണഘടനയ്ക്ക് അതീതമായിട്ട് ഒന്നിനും പ്രവർത്തിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്നുള്ളത് തെറ്റാണ്. അപ്പൊ അതിൽ ചോദിച്ചിരിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെന്റുകളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ തെറ്റായിട്ട് വരുന്നത് 4ഉം 6ഉമാണ് തെറ്റായിട്ടുള്ളത്. 4ഉം 6ഉമാണ് അതിൽ തെറ്റായിട്ട് വരുന്നത്. അതായത് ഏതൊക്കെയാണ് തെറ്റായിട്ട് വരുന്നത്? ഇന്ത്യയിൽ ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാവും എന്നുള്ള തെറ്റാണ്. അതുപോലെ നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്നുള്ളതും തെറ്റാണ്. 49-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2025 മാർച്ചിൽ അന്തരിച്ച വാൻ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര താരമാണ്.
വാൽ കിൽമർ. വാൽ കിൽമർ എന്ന് പറയുന്നത് ചലച്ചിത്ര രംഗത്ത് പ്രശസ്തമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ, ചലച്ചിത്ര രംഗം, വാൽ കിൽമർ. 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ ഡി ആണ്, സാറ ജോസഫ്. സാറ ജോസഫിനാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ഓപ്ഷൻ ഡി. 51ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ ബി ഒഡീഷ. സുഭദ്ര യോജന പദ്ധതി ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ ബി ഒഡീഷ. 52ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലയിൽ വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ശാസ്താംപാറ. അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും വരുന്നത് ഓപ്ഷൻ ബി ശാസ്താംപാറ. 53ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ഫംഗസ്. കരിമ്പൻ എന്നുള്ളത് ഓപ്ഷൻ സി ഫംഗസിൽ പെടുന്നു. 54ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി കുരുമുളക്. നാഗപതിവയ്ക്കൽ കുരുമുളക്, അതായത് വള്ളി ചെടികളിലാണ് പ്രധാനമായിട്ടും നാഗപതിവയ്ക്കൽ എന്നുള്ള സംവിധാനം ഉള്ളത്. അപ്പൊ അതിൽ ഓപ്ഷൻ ഉള്ളത് കുരുമുളകാണ്. 55 മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ആൻസർ ഓപ്ഷൻ എ ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ആൻസർ ഓപ്ഷൻ എ ഹൈപ്പോ തലാമസ്. തെർമോ റെഗുലേറ്ററി സെന്റർ എന്നറിയപ്പെടുന്നത് ഹൈപ്പോ തലാമസ് ആണ്, ആൻസർ ഓപ്ഷൻ എ. 56ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ സി തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഓപ്ഷൻ സി തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ശ്രീകാര്യത്താണ് കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നത്. 57ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി. ആൻസർ ഓപ്ഷൻ സി ആണ്, വിറ്റാമിൻ സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. 58ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ആൻസർ ഓപ്ഷൻ എ ഇന്ത്യ പാകിസ്ഥാൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ത്യ പാകിസ്ഥാൻ. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ. സിംല കരാർ വരുന്നത് 1972ലാണ്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടിയായിരുന്നു സിംല കരാർ. 1972 ഇന്ത്യ പാകിസ്ഥാൻ. ആൻസർ ഓപ്ഷൻ എ. 59ാമത്തെ ക്വസ്റ്റ്യൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങളാണ് ആൻസർ ഓപ്ഷൻ എ കൂടിയാട്ടം, കഥകളി. കൂടിയാട്ടവും കഥകളിയാണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. പിന്നെ മറ്റെന്തിനൊക്കെ ലഭിച്ചിട്ടുണ്ട്? മുടിയേറ്റിനെല്ലാം എന്താണ് യുനെസ്കോ അംഗീകാരം ലഭിച്ച കലാരൂപങ്ങളാണ്. മുടിയേറ്റ്, കഥകളി, കൂടിയാട്ടം എല്ലാം യുനെസ്കോ അംഗീകാരം ലഭിച്ച കലാരൂപങ്ങളാണ്. 60ാമത്തെ ക്വസ്റ്റ്യൻ. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആദ്യത്തേത് പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. അത് തെറ്റായിട്ടുള്ളതാണ്. രണ്ടാമത്തേത് വാഹനങ്ങളെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. ശരിയാണ്, വാഹനങ്ങളെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. ശരിയാണ്. മൂന്നാമത്തേത് ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നത് തെറ്റാണ്. ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺകേവ് മിററാണ് ഷേവിംഗ് മിററായിട്ട് ഉപയോഗിക്കുന്നത്. നാലാമത്തേത് പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ദർപ്പണങ്ങൾ. അതായത് പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് കോൺവെക്സ് ലെൻസ്, അത് കോൺവെക്സ് മിറർ, കോൺവെക്സ് ദർപ്പണങ്ങൾ. അത് ശരിയാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 2-4. പ്രസ്താവന 2-4. അടുത്ത 61ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും അതിൽ വരുന്നത് ഇലക്ട്രോൺ ജെ തോംസൺ. ശരിയാണ്, ഇലക്ട്രോൺ ജെ തോംസൺ ശരിയാണ്. പിന്നെ ഇതിൽ തന്നിരിക്കുന്നത് പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക് എന്നാണ്. പ്രോട്ടോൺ ജെയിംസ് ചാഡ്വിക് എന്ന ന്യൂട്രോൺ റൂദർഫോർഡ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കാണാം. പ്രോട്ടോൺ ആരുടെയാണ്? റൂദർഫോർഡിന്റെയാണ്. അതുപോലെ ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക്കിന്റെയാണ്. അപ്പം ശരിയായിട്ടുള്ള ജോഡി ഒന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രം. ഓപ്ഷൻ ബി ഒന്ന് മാത്രം, ഇലക്ട്രോൺ ജെ തോംസൺ. അതിൽ പ്രോട്ടോൺ വരുന്നത് റൂദർഫോർഡ് ആണ്, ന്യൂട്രോൺ വരുന്നത് ജെയിംസ് ചാഡ്വിക്കുമാണ്. ഒന്ന് മാത്രമാണ് അതിൽ ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി. 62ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ആൻസർ ഓപ്ഷൻ സി കലാമിൻ. സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് കലാമിൻ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഓപ്ഷൻ സി ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മൂലകത്തെ സൂചിപ്പിക്കുന്നത് ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തേത് ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. രണ്ടാമത്തേത് മാസ് നമ്പർ 1 ആണ്. മൂന്നാമത്തേത് ഹെൻറി കാവൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. അപ്പൊ അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈഡ്രജൻ. ഹൈഡ്രജൻ ആണ് ആൻസർ വരുന്നത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്. മാസ് നമ്പർ വരുന്നത് ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആയിട്ടുള്ള പ്രോട്ടിയത്തിലാണ്. പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ ആണ് 1. ഈ പ്രോട്ടിയത്തിലെ ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. ആൻസർ ആയിട്ട് വരുന്നത് ഹൈഡ്രജൻ ആണ്. 64ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായവ തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു.
തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. സംവഹനത്തില് സ്ഥാനമാറ്റത്തോടെയാണ് പ്രേഷണം ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തത് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അങ്ങനെയും താപമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ചാലനം. ഖരപദാർത്ഥങ്ങളിൽ അങ്ങനെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെയാണ് താപ കൈമാറ്റം ചെയ്യുന്നതാണ് ചാലനം എന്നറിയപ്പെടുന്നത്. എന്നാൽ തന്മാത്രകൾ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപ കൈമാറ്റം ചെയ്യപ്പെടുന്നത് സംവഹനമാണ്. അത് ദ്രാവകങ്ങളിലാണ് അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതും ശരിയാണ്. മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപപ്രേഷണം ചെയ്യുന്നു. അങ്ങനെ മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപപ്രേഷണം ചെയ്യുന്നതാണ് വികിരണം. അത് വാതകങ്ങളിലാണ് മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ താപപ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇതിന് 3 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. 65ാമത്തെ ക്വസ്റ്റ്യൻ, 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ക്വാണ്ടം ഡോട്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തത്തിലാണ് 2023 രസതന്ത്ര നോബൽ ലഭിച്ചത്. 66ാമത്തെ ക്വസ്റ്റ്യൻ, DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, സമീർ വി കാമത്ത്. സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ഡി. 67ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? അതിലൊരു സംശയമുണ്ട്. കാരണം ഇത് 4ഉം ഇന്ത്യയുടെ ഭാഗമായിട്ട് പറയുന്നത്. പശ്ചിമഘട്ടം ഇന്ത്യയിലാണ്, സുന്ദർലാൻഡ് ഇന്ത്യയിലാണ്, ഇൻഡോ ബർമാൻ റീജിയൻ ഇന്ത്യയിലാണ്, വടക്ക് കിഴക്കൻ ഹിമാലയം. ഇത് 4ഉം ഇന്ത്യയിൽ എത്ര ജിയോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുണ്ട്? ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ 4 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ഇപ്പൊ 4ഉം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കറക്റ്റ് ആൻസർ ഏത് വരുമെന്ന് പറയാൻ പറ്റുന്നില്ല. 4ഉം ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുന്നതാണ്. അതായത് പശ്ചിമഘട്ടം, സുന്ദർലാൻഡ്, ഇൻഡോ ബർമ, വടക്ക് കിഴക്കൻ ഹിമാലയം. ഇത് 4ഉം ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളാണ്. ഇനി അടുത്ത 68ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ പെടുന്നു? പ്രോട്ടോസോവ. ആൻസർ ഓപ്ഷൻ സി, പ്രോട്ടോസോവ. മലമ്പനി രോഗകാരി. ആൻസർ ഓപ്ഷൻ സി, പ്രോട്ടോസോവ. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, സാൽമണല്ല ടൈഫി. സാൽമണല്ല ടൈഫി ആണ് വൈഡൽ പരിശോധന. സാൽമണല്ല ടൈഫി. ടൈഫോയിഡിന്റെ ടെസ്റ്റ് ആണ് വൈഡൽ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ ബി, സാൽമോണല്ല ടൈഫി. 70ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മോണോസൈറ്റ്. മോണോസൈറ്റും ല്യൂട്രോഫിൽസും ആണ് ഫാഗോസൈറ്റിക് കോശങ്ങളായിട്ട് അറിയപ്പെടുന്നത്. രോഗാണുക്കളെ നശിപ്പിക്കുന്ന കോശങ്ങളെയാണ് ഫാഗോസൈറ്റിക് കോശങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം രക്തത്തിലുള്ള ഫാഗോസൈറ്റിക് കോശങ്ങളെ മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. അപ്പൊ ഇതിൽ ഓപ്ഷനിലുള്ളത് മോണോസൈറ്റ് ആണ്. ഓപ്ഷൻ സി. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 0.8 സെക്കൻഡ്. കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം. ആൻസർ ഓപ്ഷൻ ഡി, 0.8 സെക്കൻഡ്. 72ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ്? ആൻസർ ഓപ്ഷൻ എ, ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയാണ്. ആൻസർ ഓപ്ഷൻ എ, ലെപ്റ്റോസ്പൈറ. ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്നത് എലിപ്പനിയാണ്. എലിപ്പനി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ രോഗമാണ്. 73ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരാണ്? ഓപ്ഷൻ ഡി, BCG. ക്ഷയരോഗം പ്രതിരോധിക്കാനുള്ള വാക്സിനാണ്. ആൻസർ ഓപ്ഷൻ ഡി, BCG. 74ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്ര? ആൻസർ ഓപ്ഷൻ ബി, 9-11 mg. 9 മുതൽ 11 mg വരെയാണ് രക്തത്തിലെ സാധാരണ കാൽസ്യത്തിന്റെ അളവ്. ആൻസർ ഓപ്ഷൻ ബി, 9 മുതൽ 11 mg വരെ, മില്ലിഗ്രാം വരെ. 75ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലപാളി ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മെനിഞ്ചസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, മെനിഞ്ചസ്. അതായത് മസ്തിഷ്കത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന 3 പാളി സ്ഥലമാണ് മെനിഞ്ചസ്. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പെരിക്കാർഡിയം. എന്നാൽ ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന സ്ഥലപാളിയാണ് മെനിഞ്ചസ്. എന്നാൽ അസ്ഥിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നതാണ് പെരിസ്റ്റോണിയം. അസ്ഥിയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന സ്ഥലമാണ് പെരിസ്റ്റോണിയം. 76ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. എന്നാൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന മൂലകം കാൽഷ്യം, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹമാണ് കാൽഷ്യം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ ആണ്. 77ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലോക പ്രകൃതി സംരക്ഷണ ദിനം. ആൻസർ ഓപ്ഷൻ സി ആണ്, ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം. ആൻസർ ഓപ്ഷൻ സി, ജൂലൈ 28. നമ്മുടെ പ്രകൃതി സംരക്ഷണ ദിനം എന്ന് പറയുമ്പോൾ ജൂൺ 5 ഓപ്ഷനിലുണ്ട്. അത് ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. ഇതിവിടെ ചോദിച്ചിരിക്കുന്നത് ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ആൻസർ ഓപ്ഷൻ സി ആണ്.
78ാമത്തെ ക്വസ്റ്റ്യൻ, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ ബി മിഠായി. ഓപ്ഷൻ ബി മിഠായി. 79ാമത്തെ ക്വസ്റ്റ്യൻ, അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരിയാണ്. ആൻസർ ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേരി. നെഗ്ലേറിയ ഫൗലേരിയാണ് അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസിന് കാരണമാകുന്ന രോഗകാരി. ആൻസർ ഓപ്ഷൻ സി നെഗ്ലേറിയ ഫൗലേരി. 80ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആൻസർ ഓപ്ഷൻ എ ആശാധാര. ആശാധാര പദ്ധതിക്കാണ് ഏത് അവാർഡ് ലഭിച്ചത്? ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത്. ആശാധാര പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സിക്കിൾ സെൽ അനീമിയ, തലസീമിയ രോഗങ്ങൾ ബാധിച്ചവർക്കുള്ള പദ്ധതിയാണ് ആശാധാര പദ്ധതി. അപ്പൊ അതിനാണ് ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ അവാർഡ് ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ എ ആശാധാര. ഇനി അടുത്ത് ഉള്ളത് 81ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അത് മാത്സ് ക്വസ്റ്റ്യൻ ആണ് ഇനി അടുത്ത് ബാക്കിയുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മാത്സ് ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 9 × 6 = 54. 82ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 20ന്റെയും 30ന്റെയും ഉസാഗ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്രയാണ്? 20ന്റെയും 30ന്റെയും ഉസാഗ 10 ആണെങ്കിൽ അവയുടെ ലസാഗു 60 ആണ്. 83ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8/3ന്റെ 3/4 ഭാഗം എത്രയാണ്? 8/3ന്റെ 3/4 ഭാഗം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 2. 84ാമത്തെ ക്വസ്റ്റ്യൻ, 726 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് 7.26 സെന്റിമീറ്റർ. 85ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ന്റെ സ്ക്വയർ പ്ലസ് 9ന്റെ സ്ക്വയറിന്റെ വില കാണുക. 8ന്റെ സ്ക്വയർ പ്ലസ് 9ന്റെ സ്ക്വയർ. ആൻസർ വരുന്നത് 145. ഓപ്ഷൻ ബി ആണ് 145. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരന്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിന്റ് ആണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിന്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 19. ആൻസർ ഓപ്ഷൻ സി 19. 87ാമത്തെ ക്വസ്റ്റ്യൻ, √64 + √100ന്റെ വില എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് 18. √64ന്റെ വില 8, √100ന്റെ വില 10. അപ്പം ആൻസർ വരുന്നത് 18. 88ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ ലാഭ ശതമാനം എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് 25%. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 25%. 89ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കാണുക. ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ ഈ കോൺ 60 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബാഹ്യ കോൺ കൊടുത്തിട്ടുണ്ട് 130. ഈ രണ്ട് കോണുകളുടെ തുക എത്രയായിരിക്കും? ബാഹ്യ കോണും ആന്തര കോണും കൂടെ എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇത് രണ്ടും കൂടെ ചേർത്താൽ 180. അപ്പൊ ഇത് 130 തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയായിരിക്കും? 50. അപ്പൊ നമ്മുടെ ഒരു ത്രികോണത്തിനകത്തുള്ള രണ്ട് കോണുകൾ കണ്ടെത്തി. ത്രികോണത്തിന്റെ കോണുകളുടെ ആകെ തുക എത്രയായിരിക്കും? 180 ആയിരിക്കും. 180 ആയിരിക്കും. ഇത് മൊത്തത്തിലുള്ളത് 3 കൂടെ കൂട്ടിയാൽ 180 ആയിരിക്കും. അപ്പൊ ഇത് 60, ഇത് 50. ബാക്കി വരുന്നത് എത്രയായിരിക്കും? ഇത് 70 ആയിരിക്കും ആൻസർ. ആൻസർ വരുന്നത് 70 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 90ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നു എങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര? ആൻസർ ഓപ്ഷൻ ഡി 15 കിലോമീറ്റർ പെർ അവർ. 15 കിലോമീറ്റർ പെർ അവർ. ആൻസർ ഓപ്ഷൻ ഡി. 91ാമത്തെ ക്വസ്റ്റ്യൻ, വില കാണുക. അതായത് 5 + 3 ഡിവൈഡഡ് ബൈ 2 + 4 സ്ക്വയർ. അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എ ആണ്. ആൻസർ 20. ആൻസർ ഓപ്ഷൻ എ 20. 92ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏതാണ്? ശ്രേണിയിലെ അടുത്ത സംഖ്യ 2, 6, 12, 20. ഇതിൽ അടുത്ത സംഖ്യയാണ് ചോദിച്ചിരിക്കുന്നത് 30 ആണ്. ആൻസർ ഓപ്ഷൻ ബി 30. 93ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംഖ്യകൾ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. അഭാജ്യ സംഖ്യകളുടെ സെറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് 2, 3, 5, 11. അഭാജ്യ സംഖ്യകളുടെ സെറ്റ് 2, 3, 5, 11 ആണ്. ഓപ്ഷൻ സി. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണെന്നുള്ളതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഒരു പൂർണ്ണസംഖ്യയുമാണ്, ഒരു രേഖീയ സംഖ്യയുമാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 ശരിയാണ്. അതായത് ഒരു പൂർണ്ണസംഖ്യയുമാണ്, ഒരു രേഖീയ സംഖ്യയും ആണ്. എണ്ണൽ സംഖ്യയുടെ കൂട്ടത്തിൽ വരുന്നില്ല. എന്നാൽ അഖണ്ഡ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 വരും. എണ്ണൽ സംഖ്യയിൽ 1 മുതലേ വരുന്നുള്ളൂ. അഖണ്ഡ സംഖ്യയിൽ 0 മുതൽ വരുന്നുണ്ട്. അത് പൂർണ്ണസംഖ്യയായിട്ട് കണക്കാക്കുന്നുണ്ട്, രേഖീയ സംഖ്യയായിട്ടും കണക്കാക്കുന്നുണ്ട്. 95ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 28. ഒറ്റയാൻ. ഓപ്ഷൻ സി 28. താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായിട്ടുള്ള ഉപകരണത്തിന്റെ പേര് എഴുതുക എന്നുള്ളതാണ്. അതിനെ ക്രമീകരിക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടർ ആണ് കിട്ടുന്നത്. ഓപ്ഷൻ ബി. 97ാമത്തെ ക്വസ്റ്റ്യൻ, സീതയ്ക്ക് അവരുടെ മകന്റെ 3 മടങ്ങ് പ്രായമുണ്ട്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. അവൻ മകന്റെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ സി 15. ആൻസർ ഓപ്ഷൻ സി 15 ആണ്. 98ാമത്തെ ക്വസ്റ്റ്യൻ, ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 AM യാത്ര തിരിക്കുന്ന ഒരു ബസ് 1 PM അതിന്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ യാത്രക്കെടുത്ത സമയം എത്ര? ആൻസർ ഓപ്ഷൻ ബി 3 മണിക്കൂർ. ഓപ്ഷൻ ബി 3 മണിക്കൂർ. 99ാമത്തെ ക്വസ്റ്റ്യൻ,
3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാം ആണ്? 3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാം ആണെന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് 15. ഓപ്ഷൻ സി 15. 100ാമത്തെ ക്വസ്റ്റ്യൻ 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്ന് സിദ്ധാർത്ഥിന്റെ റാങ്ക് എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് 29. ഓപ്ഷൻ സി 29. അങ്ങനെ 70/2025 100 ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത്. അതിലൊരു ക്വസ്റ്റ്യൻ നമ്മളൊരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യയിലെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടിന്റെ കാര്യത്തിൽ ഒരു ഡൗട്ട്. 4 ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടായിട്ട് ഇന്ത്യയിൽ ഉള്ളതാണ്. അപ്പൊ അതിൽ മാത്രമേ ഒരു ഡൗട്ട് ഉള്ളത്. ഇൻഡോ ബർമ, പശ്ചിമഘട്ടം, സുന്ദർലാൻഡ്, വടക്ക് കിഴക്കൻ ഹിമാലയം. ഇത് 4 എന്താണ് ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത്. അപ്പൊ അതിലൊരു സംശയമുണ്ട്. അപ്പൊ അത് ആൻസർ കീ വരുന്നതനുസരിച്ച് നോക്കാം. ബാക്കിയുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ്.